നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരിലൊരാൾ, പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെ മരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇല്ല, ആ മരണത്തിൽ ദുരൂഹതയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്ന വീഡിയോകൾക്ക് റീച്ച് കിട്ടാൻ ദുരൂഹതയെന്നൊക്കെ നമുക്ക് എഴുതി ചേർക്കാം. എന്നാൽ അതിലപ്പുറം ആ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നു. അവസാനമായി ഡോക്ടർ കുറിച്ച ആത്മഹത്യാക്കുറിപ്പ്, ആ കുറിപ്പിൽ എല്ലാമുണ്ട്. ലോകത്തോട് തനിക്ക് പറയേണ്ട സന്ദേശം അദ്ദേഹം 10 വരിയിലൊതുക്കി. അസുഖങ്ങൾ തന്നെ അലട്ടിത്തുടങ്ങി. പ്രായാധിക്യം, ജോലിയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. 6 മാസങ്ങൾക്ക് മുൻപ് നട്ടെല്ലിനൊരു ശസ്ത്രക്രിയ. നട്ടെല്ലിന് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൈക്ക് വിറയൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയകൾ നടത്താൻ ഇനി കഴിയില്ല. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത ആത്മഹത്യാക്കുറിപ്പ്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, ജോലിയിൽ സംതൃപ്തി തനിക്ക് നഷ്ടപ്പെട്ടു. വാർദ്ധക്യം കാരണം എൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു ഡോക്ടർ എന്ന നിലയിൽ തൻ്റെ ജോലിയെ ബാധിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. കുടുംബത്തിലുള്ളവരുമായി അടുത്ത സ്നേഹം. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവൻ, നന്മ നിറഞ്ഞവനാണ് ഈ ഡോക്ടർ. പക്ഷെ താൻ സമൂഹത്തിനും വീട്ടുകാർക്കും ഒരു ബാധ്യതയായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഒടുവിൽ മരണം തിരഞ്ഞെടുത്തു. 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിട്ടും ഏതെങ്കിലും വിധത്തിൽ ജീവച്ഛവമായി തുടരാൻ വെന്റിലേറ്റർ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ സന്ദേശമാണ് ഡോക്ടറുടെ ഈ ജീവിതം. ആത്മഹത്യ ഒന്നിനും പോംവഴിയല്ല. എങ്കിലും ഒട്ടനവധി രോഗികൾക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത ഡോക്ടർ ഒടുവിൽ തിരഞ്ഞെടുത്തത് ആത്മഹത്യ. എൻട്രോളജിക്കൽ ശസ്ത്രക്രിയയിൽ 3 പതിറ്റാണ്ടിലേറെ പരിചയം. വൈദ്യലോകത്ത് ഒരത്ഭുത ജീവിതമായിരുന്നു ഡോക്ടറുടേത്. കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷം എൻട്രോളജിക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹം നടത്തി. 2500 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ. കേരളത്തിലെ ആദ്യ കടാവർ ട്രാൻസ്പ്ലാന്റ്. 8000-ലധികം ആളുകൾക്ക് ലാപ്രോസ്കോപ്പിക് യൂറോളജിക്കൽ നടപടിക്രമങ്ങൾ. ഡോക്ടർ ജോർജ് അക്കാദമിക് രംഗത്തും സജീവമായിരുന്നു. ഇന്ത്യയിലെ ആദ്യ 3D ലാപ്രോസ്കോപ്പിക് യൂറോളജി വർക്ക്ഷോപ്പായ 3D ലാപ്പൻജിയോഫ്യൂഷനു പിന്നിലെ മുഖ്യ ഡോക്ടർ. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് സഹോദരനൊപ്പമാണ് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൗസിലേക്ക് ഡോക്ടർ ജോർജ് പി എബ്രഹാം എത്തിയത്. പിന്നീട് അദ്ദേഹം സഹോദരനെ പറഞ്ഞയച്ചു. പിന്നീട് രാത്രി ഏറെ വൈകി ആ ഫാം ഹൗസിൽ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജൻ. കയറുമായി ഫാം ഹൗസിൻ്റെ ടെറസിലേക്ക് അദ്ദേഹം കയറിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. തൻ്റെ ഡോക്ടർ പ്രൊഫഷനുമായി എത്രത്തോളം അദ്ദേഹം അടുത്തു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകൾ. ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെ ജീവിതം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. രാത്രിയിൽ ഫാം ഹൗസിൽ താൻ ഒറ്റയ്ക്ക് തങ്ങുമെന്ന് പറഞ്ഞ് സഹോദരനെ അദ്ദേഹം തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തി. ലേക്ക് ഷോർ ആശുപത്രിയിലെ യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് തലവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, സംസ്ഥാനത്ത് ഏറ്റവുമധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. 25 വർഷത്തിനിടയിൽ വ്യക്തിഗതമായി 2500-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹം വിജയകരമായി നടത്തി. ഡോക്ടറുടെ മരണം വിശ്വസിക്കാനാവാതെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും. മരണത്തിൽ ദുരൂഹതയില്ല എന്ന് കുടുംബം പറയുന്നു. ഒരുപാട് ശിഷ്യസമ്പത്തുണ്ട് ഈ വലിയ ഡോക്ടർക്ക്. സ്നേഹനിധിയായ ഗുരുവിനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് ശിഷ്യലോകം മനസ്സിലാക്കുന്നു. ബ്രഹ്മപുരത്ത് ജനിച്ച ഡോക്ടർ ജോർജ് പി എബ്രഹാം എളംകുളം പളത്തുള്ളിൽ കുളിയാട്ട് വീട്ടിലായിരുന്നു താമസം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഇന്ത്യയിൽ അതിവിദഗ്ധനായ ഡോക്ടർ എന്നാണ് ജോർജ് പി എബ്രഹാം അറിയപ്പെടുന്നത്. ഒരുപാട് രോഗികൾക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ തങ്ങളുടെ പ്രിയ ഡോക്ടർ ആത്മഹത്യ ചെയ്യുമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു വിഭാഗം രോഗികൾക്ക്. ഏറ്റവും മികച്ച ഡോക്ടർ എന്തിനിത് ചെയ്തുവെന്ന് എല്ലാവരും ചോദിക്കുന്നു. ഇതേ ചോദ്യമുന്നയിക്കുന്ന അനേകം കുറിപ്പുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയെ. എത്രയോ ജീവനുകളും ജീവിതങ്ങളുമൊക്കെ മാറ്റിമറിച്ച വലിയൊരു ഡോക്ടറാണങ്ങ്. ചിരിക്കുന്ന മുഖത്തോടെ ഉന്മേഷവാനായി എപ്പോഴും രോഗികളെ അഭിമുഖീകരിക്കുന്ന ഡോക്ടർ. എന്നും രോഗികൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകി കൂട്ടിരിപ്പുകാരോട് സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന വ്യക്തി. വൃക്കകളെ ഓരോ വ്യക്തികളായി കണ്ട ഡോക്ടർ.
അവനെന്നായിരുന്നു അദ്ദേഹം വൃക്കകളെ അഭിസംബോധന ചെയ്തിരുന്നത്. സാധാരണ വൃക്കകളെ ചികിത്സിക്കുമ്പോൾ ഡോക്ടർ പറയും, അവനെ നമുക്കങ്ങ് ശരിയാക്കാം, അവനെ എടുത്തു മാറ്റാം, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണം, അവനെക്കൊണ്ട് നിങ്ങൾ അധികമായി ജോലി ചെയ്യിപ്പിക്കരുത്. വൃക്കയെ ഒരു വ്യക്തിയായി കണ്ട് അത്രമാത്രം അഗാധമായി തൻ്റെ പ്രൊഫഷനെ കണ്ട ഡോക്ടർ, അവനെൻ്റെ കയ്യിലുണ്ട്, അവനെ ഞാൻ സേഫാക്കി നിങ്ങൾക്ക് തരാം. ഒരു രോഗിയോട് വൃക്കയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഈ പ്രായത്തിൽ ഡോക്ടർ എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് എല്ലാവരും. പ്രായമായപ്പോൾ സർജറികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് ഡോക്ടർ ഈ ജീവിതത്തിൽ നിന്നങ്ങ് ഒളിച്ചോടിയത്? ഫേസ്ബുക്കിൽ ഒട്ടേറെ കുറിപ്പുകൾ ഇപ്പോൾ നിറയുന്നു. ഇതിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ കുറിപ്പ് അതിങ്ങനെയാണ്: ജോർജ് പി എബ്രഹാം തൂങ്ങി മരിച്ച നിലയിൽ, നടുക്കുന്ന അവിശ്വസനീയ മരണം. വൃക്ക ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ അതിവിദഗ്ധനായ പ്രൊഫഷണൽ. എത്രയെത്ര ജീവനുകളും ജീവിതങ്ങളുമാണ് ഡോക്ടർ ജോർജ് പി കരകയറ്റി വിട്ടത്. സദാ ഉന്മേഷവാനും ഊർജ്ജസ്വലനും ഏറെ ആത്മവിശ്വാസവുമുള്ളവനുമായ ഡോക്ടർ ഇതെന്തു പറ്റി? ചിരിച്ച മുഖത്തോടെയല്ലാതെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഇന്ത്യ വിഷൻ ചാനലിൽ മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷൻ എന്ന പ്രതിദിന ആരോഗ്യ സംവാദ പരിപാടി ചെയ്യുന്ന കാലത്ത് ഡോക്ടറെ പരിചയപ്പെടുന്നു. സ്നേഹത്തോടെ ചിരിച്ച് സംസാരിക്കൂ. ഓരോ എപ്പിസോഡും വ്യത്യസ്തമാക്കാൻ ആദ്യമേ വിളിച്ച വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു ചോദ്യാവലി ചോദിച്ചു വാങ്ങും. കൂട്ടിച്ചേർക്കേണ്ട ചോദ്യങ്ങൾ തരും. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കും. തത്സമയ പരിപാടിയിലേക്ക് വീഡിയോ ദൃശ്യങ്ങൾ ചേർക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ അന്ന് നടന്ന ഒരു ശസ്ത്രക്രിയയുടെ വീഡിയോയുമായി ഡോക്ടർ വന്നത്. സംസാരിക്കുമ്പോൾ വൃക്കകളെ ഓരോ വ്യക്തികളായാണ് ഡോക്ടർ കണ്ടിരുന്നത് എന്നാണ് തോന്നുക. അവനെന്നാണ് അദ്ദേഹം വൃക്കകളെ സംബോധന ചെയ്തിരുന്നത്. അവനെ റെഡിയാക്കാം, അവനെ എടുത്തു മാറ്റാം, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവന് വെള്ളം കൊടുക്കണം, അവനെക്കൊണ്ട് അധികമായി ജോലി ചെയ്യിപ്പിക്കേണ്ട, അവൻ എൻ്റെ കയ്യിലുണ്ട്, അവനെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്, അങ്ങനെയാണ് സംസാരം. അതിസങ്കീർണമായ ചികിത്സാ രീതികളെക്കുറിച്ച് വളരെ ലളിതമായും രോഗികൾക്കല്ലെങ്കിൽ പ്രേക്ഷകന് അവബോധവും ആത്മവിശ്വാസവും പകരുന്ന വിധത്തിലായിരുന്നു ഡോക്ടർ സംസാരിച്ചിരുന്നത്. വ്യക്തിപരമായി എന്നോട് ഏറെ വാത്സല്യം കാണിച്ച മനുഷ്യൻ ഒരാൾ കൂടിയാണ് കടന്നുപോയത്. എൻ്റെ അച്ഛന് വൃക്കയിൽ ട്യൂമർ വന്ന സമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് തയ്യാറെടുത്തപ്പോൾ അത് വേണ്ട, കൊച്ചിയിൽ വാ, ഞാനെല്ലാം നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ച ഡോക്ടർ അവനെ എടുത്തു മാറ്റിയ കൂട്ടത്തിൽ മറ്റവനെയും പോസ്ട്രേറ്റ് ശരിയാക്കിയിട്ടുണ്ട്, ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് കണ്ണിറക്കി. അത് ഫ്രീ, പിന്നെ എൻ്റെ ഫീസും ഒഴിവാക്കിയിട്ടുണ്ട്. ഡോണ്ട് വറി മാൻ, ഞാനുണ്ടെന്ന് പറഞ്ഞു. മറ്റൊന്നും മറുത്തു പറയാൻ അവസരം നൽകാതെ സ്വതസിദ്ധമായ ചിരിയോട് അതിവേഗം നടന്നകുന്നു. ഈ പ്രായത്തിൽ എന്തിനാകും ഡോക്ടർ ഇത് ചെയ്തത്? തൻ്റെ ജോലിയെ ഇത്രയേറെ സ്നേഹിച്ച് ആസ്വദിച്ചിരുന്ന ഒരാൾ നേരിൽ വിളിച്ചിട്ട് 1.5 വർഷത്തിനടുത്തായി. ആ ചിരി, സ്നേഹം, ഒരുമിച്ച് ചെയ്ത എപ്പിസോഡുകൾ മായില്ലൊരിക്കലും. ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ ആർക്കെങ്കിലും മൂത്രാശയ വൃക്കരോഗങ്ങളുണ്ടെങ്കിൽ അടിയുറച്ച വിശ്വാസത്തോടെ പറഞ്ഞു വിടാനുണ്ടായിരുന്ന ഒരു വലിയ ഇടം കൂടിയാണ് ഇതോടെ ഇവിടെ ഇല്ലാതായത്. യു വിൽ ബി മിസ്ഡ് ടെറിബ്ലി. അതെ, ഓരോരുത്തർക്കും ദൈവം ഓരോ അധികാര മേഖല തീരുമാനിച്ചാണ് അവരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതിൻ്റെ അവസാനം വരെ അത് ശോഭിക്കും, പിന്നീട് അവസാനിക്കും. ആദരാഞ്ജലികൾ. ഈ കുറിപ്പിന് താഴെയുള്ള ഒരു കമൻറ്റ്: മനുഷ്യ മനസ്സ് ഒരു പ്രഹേളികയാണ്. പലതിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. തന്നെക്കൊണ്ട് മറ്റുള്ളവർക്കിനി പ്രയോജനമില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ആ ഡോക്ടർ മരണം തിരഞ്ഞെടുത്തു. ജീവിതം ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ വലിച്ചു നീട്ടണമെന്ന് കരുതുന്നവർക്ക് ഡോക്ടറുടെ ചിരിയോടെയുള്ള മറുപടി: ആത്മഹത്യ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.